ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹീലായി നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഉണങ്ങിക്കഴിഞ്ഞു നമ്മുടെ തൊലി പൊട്ടിയത് മാറി എല്ലാം മാറിക്കഴിയുമ്പോൾ കാലിൻ്റെ സ്മെല്ല് പോകാനും വീണ്ടും ഉണ്ടാകാതിരിക്കാനും ഇത് നമുക്ക് എന്നും ഓയിൽമെൻറ്റ് തേക്കണ്ട, ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിർത്താം. വീണ്ടും ഉണ്ടാവാതിരിക്കാൻ കാലിന് ചിലർക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ആണെങ്കിലും ഇത് നമ്മൾ കാലിൽ ഫുള്ളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും കാല് നല്ല ഒരു സ്മൂത്തായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഹെൽത്ത് എപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാലിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമസ്കാരം. ഇപ്പം മഴക്കാലമാണ്, നമുക്ക് പൊതുവെ കാലിന് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പൊതുവെ വളം കടിക്കും, കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് തൊലി പോകും. അതൊക്കെ മാറാനുള്ള കുഞ്ഞു ടിപ്സുകളും അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാലെങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിലോട്ട് വളരെ എഫക്റ്റീവാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് മക്കളുടെ ഉണ്ട്, നമ്മളുടെ ഉണ്ട്. പിന്നെ പൊതുവെ മഴക്കാലത്ത് നമ്മുടെ കാലിൻ്റെ സ്മെല്ലുണ്ടാവും, സോക്സ് ഒക്കെ ഇടുന്നവർക്ക്. അതൊക്കെ മാറാനുള്ള ടിപ്സ് ഇതിനകത്തുണ്ട്. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാല് വൈകുന്നേരം വരുമ്പോൾ എന്നും ഒന്ന് ക്ലിയർ ആക്കി കഴുകുക. എന്നിട്ട് വെള്ളം ഒന്ന് ഒപ്പിയെടുത്ത് വെക്കണം. പൊതുവേ നമ്മുടെ കാലിൻ്റെ വിരലിന് അടുപ്പം കൂടുതലുണ്ടെങ്കിൽ അതിന് നമ്മൾ സോക്സിലോ അല്ലെങ്കിൽ സാധാ ചെരുപ്പിട്ട് വരും വൈകിട്ട് അത് നീര് വെച്ച് വീർത്തിരിക്കും. അപ്പോൾ നമ്മൾ തൊലി പോകാനൊക്കെ അവിടെ എളുപ്പമാണ്. അത് മാറാനായിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഓയിൽമെൻ്റാണ് നിങ്ങൾ ഹോസ്റ്റലിലോ എവിടെ നിന്നാലും നമുക്ക് സേഫായിട്ട് അത് തേക്കാം. അപ്പോൾ നിങ്ങളൊരു പണിയെടുക്കാൻ പോകുന്നവരാണെങ്കിൽ വരെ രാത്രി വന്നിട്ട് അത് തൂത്ത് കാലൊന്ന് വൃത്തിയാക്കി വെച്ചാൽ രാവിലെ നല്ല ഹീലായിട്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടുന്നതാണ്, അതിനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കാല് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാം. അതൊക്കെ മാറാനുള്ള കുഞ്ഞു ടിപ്സുകളാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 2-3 കാര്യം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റായിട്ട് മാറ്റാം. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഒറ്റ പ്രാവശ്യം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് അതിൻ്റെ കാര്യം നമുക്ക് ഓക്കെ ആകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 100% നിങ്ങൾക്ക് എഫക്റ്റീവാണ്. പൊതുവെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് മഴക്കാലത്ത് ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് കയറുമ്പോൾ ഭയങ്കര സ്മെല്ല് കാലിനുണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവിധ അസുഖങ്ങളും കാല് ക്ലിയർ ഇല്ലാതായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ മാറാൻ ഈ ടിപ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇത് എൻ്റെ കാലെന്ന് പറയുമ്പോൾ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ അടുത്താണ്. മിക്കവരുടെയും കാലങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നനഞ്ഞൊക്കെ ഇരിക്കുക, ചെരുപ്പിൽ നമ്മൾ വെള്ളം ഈറന്മാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ വിരൽ വൈകുന്നേരം ആകുമ്പോൾ നീര് വീർത്തി ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതിനെ ആദ്യം നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പോ ഇട്ടൊന്ന് കഴുകുക. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ തൂത്ത് വെക്കുകയായിരുന്നു. എണ്ണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒലിച്ചു പോകും. ഇതിപ്പോൾ ലിറ്റൻസ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻ്റ് ആണ്. അപ്പോൾ ഈ ഓയിൽമെൻറ്റ് നമുക്ക് കാലിൻ്റെ ഈ ഇടഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് കുറച്ചെടുത്തിട്ട് കാലിനെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇതുണ്ട് അടിഭാഗത്തായിരിക്കണം കൂടുതൽ നിങ്ങൾ തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹീലായി നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെപ്പോഴും നിങ്ങൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കണം. കുറേ കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ പേര്. പിന്നെ ഇത് വന്ന് നമ്മൾ കാലെല്ലാം വൃത്തിയാക്കി കാലൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാലിന് ചിലർക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ആണെങ്കിലും ഇത് നമ്മൾ കാലിൽ ഫുള്ളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും കാല് നല്ല ഒരു സ്മൂത്തായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഗ്ലിസറിനാണ്. അപ്പോൾ പനിനീര് നിങ്ങൾക്കറിയാം, ഗ്ലിസറിനും പനിനീരും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ കാലൊന്ന് ഉണങ്ങിക്കഴിഞ്ഞു നമ്മുടെ തൊലി പൊട്ടിയത് മാറി എല്ലാം മാറിക്കഴിയുമ്പോൾ കാലിൻ്റെ സ്മെല്ല് പോകാനും വീണ്ടും ഉണ്ടാകാതിരിക്കാനും ഇത് നമുക്ക് എന്നും ഓയിൽമെൻറ്റ് തേക്കണ്ട, ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിർത്താം. വീണ്ടും ഉണ്ടാവാതിരിക്കാൻ ഇപ്പം ഗ്ലിസറിൻ നമുക്കൊരു 50 മില്ലി എടുക്കുവാണെങ്കിൽ പനിനീര് 100 മില്ലി എടുക്കുക. അല്ലെങ്കിൽ എപ്പോഴും പനിനീര് ഇരട്ടി എടുക്കണം. അല്ല ഗ്ലിസറിൻ്റെ ഒരു പശിപ്പ് നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. അത് നമുക്ക് വേണ്ട. ഇതിപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നൈസായിട്ട് ഇരിക്കണം. എന്നിട്ട് ഇതങ്ങ് തേച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കാലിനിങ്ങനെ ഒരു സ്മൂത്ത്നെസ് കിട്ടും. എന്നിട്ട് ഒരുപാട് സ്മെല്ലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാലിന് ചിലർക്ക് ഒരു സ്മെൽനെസ് കൂടുതലുണ്ട്. വൈകിട്ട് തൂത്തിട്ട് നമ്മൾ സോക്സ് ഇട്ട് കിടന്നാൽ മതി. രാവിലെ ആകുമ്പോഴത്തേന് കാലിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി ക്ലിയർ ആകും. പിന്നെ 2 നേരം ഇത് ഇച്ചിരിച്ച് കാലിന് പെരട്ടണം നല്ലതാണ്. അപ്പം നമ്മുടെ പാദത്തിൻ്റെ ഇവിടെ ചിലർക്കിങ്ങനെ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറിയിട്ടുണ്ടെങ്കിലും അതിനും ഈ ഗ്ലിസറിനും പനിനീരും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹെൽത്ത് എപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാലിൽ നിന്നാണ്. പ്രത്യേകിച്ച്